വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു എഗ്ലെസ് ആപ്പിൾ കേക്കാണ്. വളരെ സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയിട്ട് വരാം. ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/2 കപ്പ് പഞ്ചസാരയാണ്. പൊടിച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള മൈദയാണ്. 1 കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അത് അരിപ്പയിലൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പാലാണ്. കുറച്ച് മാത്രം ആദ്യം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വേണ്ടി ഞാൻ 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ആപ്പിളാണ്. 1 കപ്പ് ആപ്പിൾ ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചെറി അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി ചെയ്യേണ്ടത് കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു പാന് ഗ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട്. എയർ ബബിൾസ് എല്ലാം കളയാനാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള പാനിൻ്റെ മേലേക്കാണ് നമ്മൾ ഈ സോസ് പാൻ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 45 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പാനിൻ്റെ ലിഡിൻ്റെ മേലെയുള്ള ഹോൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സ്ക്യൂവർ വെച്ചിട്ട് കുത്തി നോക്കാം. സ്ക്യൂവർ ഇറക്കിയിട്ട് തിരിച്ചെടുക്കുന്ന സമയത്ത് സ്ക്യൂവർ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത് ചൂടാറിയ ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. എന്നിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആപ്പിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൽ ആപ്പിൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചേർത്തത് കാരണം നമ്മൾ കേക്ക് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഇതിന് മുന്നേ ഞാൻ കുറച്ച് കേക്കിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.